കനത്ത മഴയിൽ പത്തനംതിട്ടയിലും വ്യാപക നാശം. റാന്നി ടൗണിൽ വടശ്ശേരിക്കര അത്തിക്കയം പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിലടക്കം നിരവധി റോഡുകളിലും വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. സീതത്തോട് വീടുകളിൽ വെള്ളം കയറി. കക്കാടാറിലും പമ്പയാറിലും ജലനിരപ്പ് ഉയർന്നു. മേഖലയിലാകെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. വീടിന്റെ മുകൾ നിലയിലും മറ്റും അഭയം പ്രാപിച്ചവരെ ഡിങ്കി ബോട്ടുകളും കൊട്ടവഞ്ചികളും ഉപയോഗിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നുണ്ട്. പ്രസാദ്, പത്തനംതിട്ടയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം മണ്ണിടിച്ചിലും ഒക്കെയുണ്ട്. ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഇപ്പം ആളുകളെ മാറ്റുന്നതിന്റെ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. നിലവിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ, 2018-ലെയും 2019-ലെയും ഈ മഹാപ്രളയത്തെ അതിജീവിച്ച് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജകമണ്ഡലം, റാന്നി നിയോജകമണ്ഡലത്തിലെ ജനങ്ങളൊക്കെ അതിജീവിച്ച ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു 2-3 വർഷം പിന്നിടുമ്പോഴാണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അപ്രതീക്ഷിതമായി അക്ഷരാർത്ഥത്തിൽ പോലും 2 നിയോജകമണ്ഡലങ്ങളിലെ ജനങ്ങളിലെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിക്കൊണ്ടാണ് ഈ അതിതീവ്ര മഴ ഉരുൾപൊട്ടലിനായിട്ട് വ്യാപിപ്പിച്ച് കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആശ്വാസം തരുന്നത് രാവിലെ മുതൽ തന്നെ ഉച്ചവരെ ഏകദേശം ഇപ്പം 2 മണിയോടായി കാണും. നമുക്ക് ഈ 2 മണ്ഡലങ്ങളിലും പത്തനംതിട്ട ജില്ലയിലെ മറ്റു കേന്ദ്രങ്ങളിലൊക്കെ മഴ അല്പം ശമിച്ചിട്ടുണ്ടെങ്കിലും വൃഷ്ടി പ്രദേശത്ത്, അതായത് മലയോര മേഖലകളിൽ മഴ ഇപ്പോഴും നിർത്താതെ പെയ്യുന്നത് അല്പം ആശങ്കയ്ക്ക് കാരണമാവുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നമുക്ക് അനദ്യോഗികമായി കിട്ടുന്ന വിവരമനുസരിച്ച് 3 ഉരുൾപൊട്ടല് വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗികമായി കോന്നി കൊക്കാത്തോടിന് സമീപത്ത് ഒരു ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. ഈ 3 ഉരുൾപൊട്ടൽ കൊണ്ടാണ് പ്രധാനപ്പെട്ട 2 നദികളിൽ, അതായത് പമ്പാ നദിയിലും കല്ലാറിലും ഏറ്റവും കൂടുതൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഡാം തുറന്നു വിടുന്ന കണക്കെ തന്നെയാണ് വെള്ളം കയറിയത്. ഏറ്റവും കൂടുതൽ ഈ ജലനിരപ്പ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത് റാന്നി മണ്ഡലത്തിലാണ്. റാന്നി മണ്ഡലത്തിലെ വിവിധ മേഖലകൾ, അത്തിക്കയം അതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളെ ഒക്കെ തന്നെ വെള്ളം കയറി. കടകളിലേക്ക് ഒക്കെ വെള്ളം കയറിയതിനാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അവരെ രക്ഷപ്പെടുകയായിരുന്നു. പുലർച്ചെ തന്നെ NDRF-ഉം ബാക്കിയുള്ള ദ്രുതകർമ്മ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരം വെളുത്തതിന് ശേഷമാണ് NDRF-ഉം ബാക്കിയുള്ള ശിക്കാര വള്ളങ്ങളെ, സ്കൂബ ഡൈവിംഗ് അതിനുള്ള വള്ളങ്ങളെ, പിന്നെ യന്ത്ര ബോട്ടുകൾ ഇവയൊക്കെ ഉപയോഗിച്ച് വിവിധ മേഖലയിൽ ആറന്മുളയിലും റാന്നിയിലുമുള്ള രക്ഷാപ്രവർത്തനം നടത്തി. ഇപ്പൊ ഏകദേശം 10 ക്യാമ്പുകൾ ജില്ലയിലെ വിവിധ മേഖലയിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടോട്ടൊക്കെ ആൾക്കാരെ, ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ജില്ലയുടെ ചുമതലയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രി PC വിഷ്ണുനാഥ് സ്ഥലം സന്ദർശിച്ച് 5 മണ്ഡലങ്ങളെ MLA-മാരെ കോർത്തിണക്കിക്കൊണ്ടും ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കേന്ദ്രത്തിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇവിടെ അപകട മരണങ്ങളോ മറ്റോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ നാശനഷ്ടങ്ങൾ നിരവധിയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ, റാന്നിയിലെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന റാന്നിയിലാണ്. റാന്നിയിലെ കടകമ്പോളങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലാണ്. ആ റാന്നിയിൽ നിന്നും ഒഴുകുന്ന വെള്ളം പടിഞ്ഞാട്ടൊഴുകി ആറന്മുള കോഴഞ്ചേരി ഭാഗത്തേക്ക് എത്തുന്നത് കൊണ്ട് ആറന്മുളയും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് പോകുന്ന പ്രധാന റോഡായ ആറന്മുള ചെങ്ങന്നൂർ റോഡിലെ പുത്തങ്കാവ്, മാലക്കര, ആറന്മുള സത്രക്കടവ്, ഇവിടെ എല്ലാം നദിയും റോഡും ഒരുപോലെ തന്നെ നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആ റോഡും വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇതിന് പാരലായിട്ട് തന്നെ ആറന്മുളയിൽ നിന്നും പോകുന്ന പന്തളം, കുളനട, കോഴഞ്ചേരി, ആറന്മുള ആ റോഡും സമാനമായ രീതിയിൽ വെള്ളം കയറിയതിനാൽ ആറന്മുള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. MLA അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ യന്ത്രബോട്ടിൽ പല സ്ഥലങ്ങളിലും മല്ലപ്പുഴശ്ശേരി, തോട്ടപ്പുഴശ്ശേരി, നദിയോട് ചേർന്ന് കിടക്കുന്ന കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നദിയോട് ചേർന്ന് കിടക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. വീടുകളിലേക്ക് മുകളിൽ താമസിക്കുന്നവരെ താഴെ ഇറക്കിക്കൊണ്ടുവന്ന് വള്ളങ്ങളിൽ നിന്നും രക്ഷാസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നുണ്ട്. മഴ ഇപ്പോൾ അല്പം കുറഞ്ഞിരിക്കുന്നതിനാൽ മറ്റു നാട്ടുകാരും ഒക്കെ പറയുന്ന വെള്ളം അല്പം താഴുന്നത് നമുക്ക് ഒരു ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും കനത്ത മഴയെ തുടർന്ന് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ്. മേഖലയിൽ ആകെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. വീടിന്റെ മുകൾ നിലയിലും മറ്റുമൊക്കെ ആളുകൾ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രളയത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് പത്തനംതിട്ട ടൗൺ ഭാഗങ്ങളിൽ, റാന്നി ടൗണിലൊക്കെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. എന്തായാലും വീടിന്റെ മുകൾ നിലയിലൊക്കെ അഭയം പ്രാപിച്ചവരെ ഡിങ്കി ബോട്ടുകളും കൊട്ടവഞ്ചികളും ഒക്കെ ഉപയോഗിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് MJ ആണ്.
സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചത് മൂലം അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളപ്പൊക്ക ഭീഷണി ശക്തമാകുന്നു. പമ്പ, മണിമല ആറുകളിലെ ജലനിരപ്പ് ഉയരുന്നതിനൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. തലവടി, എടത്വ, വീയപുരം, മുട്ടാർ, വെളിയനാട് ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും ജനങ്ങൾ ആശങ്കയിലാണ്. തലവടി, കുതിരച്ചാൽ, കുന്നുമാടി പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയതോടെ കുടുംബങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി തുടങ്ങി. സ്ഥിതി കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും ആവശ്യമായ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ ഒരുക്കാനും അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ാത്തൊരു വെള്ളമരമായിരുന്നു. രാവിലെ ആണെങ്കിൽ ഇവിടെ ഈ പ്രദേശത്തെങ്ങും വെള്ളമില്ലായിരുന്നു. രാവിലെ ഒരു 6:30-7 മണിക്ക് ശേഷമാണ് നിമിഷ നേരം കൊണ്ടാണ് ഇപ്പോൾ ഒരു 2-2.5 അടി വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റിലാണ് നല്ലപോലെ കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെള്ളമാണ്. കാരണം പെരയ്ക്കകത്ത് കയറി ഇപ്പം വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് മുകളിലോട്ട് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. തുണിയും മറ്റു കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മൃഗത്തെയാണ് ഒരിടത്ത് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇനി അതിനെ ഇവിടുന്ന് മാറ്റി കെട്ടണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് പ്രളയത്തിന് തുല്യമായിട്ട് രീതിയിൽ നിമിഷ നേരം കൊണ്ടാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. ആകപ്പാടെ ഒരു വലിയ പ്രതിസന്ധിയില്ല ഇപ്പം നിലനിൽക്കുന്നത്. ഒന്നും ഞങ്ങളുടെ മുറ്റത്തൊന്നും വെള്ളമില്ലായിരുന്നു. പെട്ടെന്നാണ് വെള്ളം അങ്ങോട്ട് കയറാൻ തുടങ്ങിയത്. വെള്ളം കയറുന്നതിനനുസരിച്ച് നമ്മുടെ വീടുകളിൽ താമസിയാതെ ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ പെരക്കാത്തുകളെല്ലാം വെള്ളം വരുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നല്ല പോക്കുവരവുകളെല്ലാം ഭയങ്കര പാടാണ്. താമസങ്ങൾ ഇവിടെ നിന്ന് മാറി കരഭാഗത്തേട്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഉചിതമായ സ്ഥലത്തോട്ട് മാറ്റണമെന്ന് ഞങ്ങൾ പറയുന്നു.